ദേവി എന്താ വാ. എന്താ വാ. എന്താ സ്നേഹത്തിലൊക്കെ ഒരു വിളി? അപ്പുറത്തിങ്ങനെ അമ്മയുണ്ട്. അമ്മ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ അല്ലേ. ഓ, അത്രയ്ക്കുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? എടി, നിന്റെ ഈ സ്വഭാവമാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഞാനൊന്ന് റൊമാൻറ്റിക് ആയിട്ട് വരുമ്പോൾ അവളപ്പം എൻ്റെ മൂടാണ്. ഞാനായിട്ട് എന്തിനാ കളയുന്നത്? അമ്മ എന്ന് വിളിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ മൂഡ്. രാജു, എടാ രാജു, മോനെ ഇങ്ങ് വാ. ആമാ ദാ വരുന്നേ. ദേ വന്നല്ലോ ഡൽഹിന്ന് കോള്. ചെല്ല്. എടാ രാജു, ആമാ ഇവിടെ വരാൻ. ഇവനൊരു അമ്മ മോൻ. ആമാ എന്താ വിളിച്ചേ? നീ ഇവിടെ റൂമിൽ എന്തേ ആയിരുന്നടാ? റൂമില് ഞാൻ റൂമൊക്കെ ഒന്ന് ഒതുക്കാൻ. റൂം കഴിഞ്ഞ ദിവസം അവൾ അടിച്ചു വരണ ഞാൻ കണ്ടല്ലോ. ഞാനാണ് അവളെ കൊണ്ട് അത് ചെയ്യിച്ചത്. അല്ല, എൻ്റെ സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കായിരുന്നു. നിന്റെ സാധനങ്ങളൊക്കെ ഞാൻ അടുക്കി പറക്കി വെച്ചതാണല്ലോ. ഓ, ഇപ്പൊ ഭാര്യ വന്നപ്പോ ഒന്നും പിടിക്കുന്നില്ല അല്ലേ? അല്ല അമ്മ, അങ്ങനെയല്ല, ഞാനൊന്നും ശ്രദ്ധിച്ചതാ. നീ ആ ഹാളിൽ പോയിരി, ഞാനിതാ വരുന്നു. എന്തു പറ്റി? അമ്മയ്ക്ക് ഫോണിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതെന്താടാ, കല്യാണം കഴിഞ്ഞാൽ എനിക്ക് നിന്നോട് സംശയം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അല്ല, അങ്ങനെയൊന്നുമില്ല, ഞാൻ പോയിരുന്നോളാം. പിന്നെ അവൾ അവിടെ എന്തൊക്കെ ചെയ്യായിരുന്നേ, അവളെ ഒന്ന് സഹായിക്കാൻ വിചാരിച്ചിട്ടാ. അത് അവള് ചെയ്തോളും. അവളല്ലേ ഭാര്യ, നീ അല്ലല്ലോ. എനിക്ക് മുട്ടിന് നല്ല വേദന, നീ ഒന്ന് എണ്ണ ഇട്ടതാ. നാളെ ആ ഗോമതി കല്യാണം വിളിക്കാൻ വരുന്നുണ്ട്. നീ എന്തൊക്കെ കേൾക്കണോ? വന്നിട്ട് പോട്ടമ്മ. അമ്മ വാ, ഞാൻ കാലടവി തരാം. പറയടി ഗോമതി, മോന്റെ കല്യാണമൊക്കെ ഏതുവരെയായി? അങ്ങനെ പോകുന്നു. അവൾ അത്രയും സ്വർണവും കാറൊക്കെ കൊണ്ടുവരണ്ടല്ലേ, അപ്പോൾ അതിൻ്റെതായ പ്രൗഢി വേണമല്ലോ. അതെ അതെ, നാടറിഞ്ഞു വേണം കല്യാണം നടത്താൻ. ഇവിടുത്തെ അവസ്ഥ എന്താ? മോന്റെ ഭാര്യയാണോ എല്ലാം തീരുമാനിക്കുന്നത്? ആര്? അവളോ? അതിനൊന്നും ഞാൻ അവളെ സമ്മതിക്കല്ല. സമ്മതിക്കാതിരിക്കണം. ഇത് തന്നെ എല്ലാം വീട്ടിൽ നടക്കുന്നത്. അത്രയും നാൾ പോറ്റി വളർത്ത് നമ്മളെ അങ്ങ് മറക്കും. പിന്നെ അവന്മാർക്ക് പെണ്ണുമ്പിള്ളാണ് ശരണം. അവളെ പുറകെ നടക്കും. എന്റെ മോൻ രാജു അങ്ങനെ ഒന്നുമല്ല. എന്റെ പൊന്നു ചേച്ചി, നാളെ അവനൊരു കുഞ്ഞ് ജനിക്കും. അത് കഴിഞ്ഞാൽ ഭാര്യയും കുട്ടികളാണ് അവന്റെ ലോകം. പിന്നെ അവരങ്ങ് മാറി താമസിക്കും. വയസ്സാം കാലത്ത് നമ്മൾ ഒറ്റയ്ക്കാവും. ഇതൊന്നും പറയാനൊന്നുമില്ല, എല്ലായിടത്തും നടക്കുന്നതാ. ഞാനും ഇത് പ്രതീക്ഷിച്ചിരിക്കുക. അവൻ എന്തായാലും ഉടനെ കുട്ടികളൊന്നും വേണ്ടെന്നാണ് പ്ലാൻ. ചേച്ചിയുടെ ഭാഗ്യം. അല്ലെങ്കിൽ അവൾ അത്ര പോരാ. ഒരു അതിഥി വന്നിട്ട് മുഖം കാണിക്കുക, ചായ കൊടുക്കുക, ഒന്നും ചെയ്യൂല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാ, പറഞ്ഞിടത്ത് നിൽക്കില്ല. അതൊന്നും ഇവിടെ നടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നീ നോക്കിക്കോ. കാണാം. അമ്പലത്തിൽ പോവാൻ ഇറങ്ങുമ്പോഴാണ് വന്ന് മുമ്പ് നിൽക്കുന്നത്. നിനക്ക് പീരീഡ്സ് അല്ലേ? എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോവാൻ ഇറങ്ങുമ്പോ ലക്ഷണം കെടുത്തി വന്ന് മുമ്പ് നിന്നോണം. അമ്മ, ഞാൻ തുണി വിരിക്കാൻ വന്ന വഴിയാ. വീടിന്റെ മുറ്റത്താണോടി നിന്റെ അണ്ടർവെയർ കഴിവിടുന്നത്? അത് ഈ സമയത്ത്? പിന്നെ ഞാൻ എവിടെ ഇടാനാ അമ്മ? ഓ, ഇനി അത് ഞാൻ പറഞ്ഞു തരണോ? എടി, മാറ്റിയിടണം ആ പുറകുവശത്ത് ആ ഷെഡില്. ഓ, എന്തൊരു കാലമാണോ എന്തോ. ഒരു പേടിയില്ല, ഒരു ഭക്തിയില്ല, ഒരു ദൈവഭയവും ഇല്ല. എടി, നിന്നെ ഈ മര്യാദയൊന്നും പഠിപ്പിക്കാതെയാണോ നിന്റെ വീട്ടുകാർ കെട്ടിച്ചിങ്ങോട്ട് വിട്ടത്? മല്ലു ഒറിജിനൽ സീരീസിന്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. എൻ്റെ പേര് ശിവറാം. ഞങ്ങളുടെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് സുപരിചിതനായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെറിയ ഗിവ് അവയുടെ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ. നമ്മുടെ വ്യൂവേഴ്സിന്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള വ്യൂവേഴ്സിന് ഇന്നു മുതൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കമന്റുകളിൽ ഏറ്റവും സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള കമന്റും പോപ്പുലർ ആയിട്ടുള്ള കമന്റും സെലക്ട് ചെയ്ത് അതിന് ഞങ്ങൾ ഗീവ് അവേ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചാനൽ 80,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിൻ്റെ അന്ന് ഇന്ന് തൊട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്ന വീഡിയോസിൽ നിന്ന് ഏറ്റവും നല്ല കമന്റ്സ് നമ്മൾ ചൂസ് ചെയ്യുകയും അവർക്ക് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഗീവ് അവേ നൽകുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്കായി ഒരു നല്ല ഗീവ് അവേ കാത്തിരിക്കുന്നതാണ്. സൂരജേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ പറ. നിങ്ങൾ അമ്മയോട് പറയണേ, ഈ പീരീഡ് സമയത്തെ എന്നെ ഇങ്ങനെ അറപ്പോടെ നോക്കല്ലെന്ന്. അവരും ഒരു പെണ്ണല്ലേ, ഇതൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. എന്നോട് പറയുക എന്റെ ഡ്രസ്സൊക്കെ ആ ഷെഡിൽ കൊണ്ടിടണോന്ന്. എടി, നീ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അത് എന്നോടല്ല പറയാൻ, പോയി അമ്മയോട് പറയേ. എന്തമ്മ? എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? ഓ, എന്നെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കുകയായിരിക്കും. ഹേയ്, അല്ലമ്മ. അമ്മ ഇപ്പോഴും പഴയ തറവാട്ടിലെ സ്ത്രീകളെ പോലെ ഈ വൃത്തിയൊക്കെ നോക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ പറയാറ്. ഓ, തന്നെ തന്നെ. നീ ഈ മാസത്തെ ശമ്പളം കിട്ടിയില്ലേ? ആ പൈസ എന്റെ അക്കൗണ്ടിൽ ഇടാത്തെന്താ? എനിക്ക് വേണ്ടിയല്ല അത് നിനക്കറിയാലോ. കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണു വീട്ടിൽ വന്നാൽ കുറെ അനാവശ്യ ചെലവുകൾ കൂടി വരും. അതൊഴിവാക്കാൻ വേണ്ടിയാ ശമ്പളം എന്റെ അക്കൗണ്ടിൽ ഇടാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല.
എന്താടാ ഇടാത്തത്? അതമ്മ, ഈ മാസം ഒരു യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യാത്രയോ? എന്തോന്ന് യാത്ര? അല്ല, ഫൈനലായിട്ടൊരു തീരുമാനം എടുത്തില്ല. അമ്മയുടെ ചോദിച്ചിട്ട് തീരുമാനിക്കാമെന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു യാത്ര നല്ലതാ. ഇവിടുന്ന് ഒരു മാറ്റം ആവുമല്ലോ. അതെ, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെയും പോയില്ലല്ലോ. അതെ, ഈ മാസം അവസാനം പോവാ. ശരിയമ്മ, അമ്മ പറയുന്ന പോലെ. അല്ല, എങ്ങോട്ട് പോവാനാ പ്ലാൻ? അത് ഊട്ടി, കൊടൈക്കനാൽ. അത് വേണ്ട, അമ്മയ്ക്ക് തണുപ്പ് പറ്റൂലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അമ്മയ്ക്കാ? ആ, രാമേശ്വരം പോവാം. പിന്നെ തിരുപ്പതിയിലും കൂടെ ഒന്ന് കേറാലോ. പിന്നെ ദേവി, യാത്രയ്ക്ക് മുമ്പ് അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇടണം. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിക്കൊണ്ട് പോവാലോ. കുറച്ച് അനാവശ്യ ചെലവ് ഒഴിവായി കിട്ടുകയും ചെയ്യും. എന്താടാ, നിന്റെ മൂളലൊന്നും ഇല്ലേ? ശരിയമ്മ, നോക്കി ചെയ്യാം. അല്ലേ ദേവി? അപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ പോവാൻ തീരുമാനിച്ചതുകൊണ്ട് നീ ഇന്നു മുതൽ വ്രതം എടുക്കണം. പിന്നെ ദേവി, നീ ഇന്നു മുതൽ ഇവിടെ കിടക്കണ്ട. നിന്റെ തുണിയെല്ലാം എടുത്തോണ്ട് അപ്പുറത്തെ റൂമിൽ പോയി കിടക്ക്. അവനെ തൊടണ്ട. സൂരജേട്ടാ, ഇന്ന് നമ്മൾ റിസപ്ഷൻ പോവില്ലേ? ഈ ഷർട്ട് ഒന്നിടുവോ? ഇത് ഇട്ട് കാണാൻ ഒരാഗ്രഹം. ഇത് നീ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിരുന്നല്ലേ? പിന്നെന്താ, ഇട്ടോണ്ട് പോ. ഇടാ, നീ ആ കൂതറ ഷർട്ട് ഇട്ടോണ്ട് എങ്ങും പോണ്ട. ഇത് ഞാൻ അടുക്കള തുടയ്ക്കാന്ന് പറഞ്ഞതല്ലേ, നീ ഇതുവരെ കളഞ്ഞല്ലേ? ഓ പോരടാ, ഇതൊന്നും റിസപ്ഷനിൽ ഇട്ടോണ്ട് പോവരുത്. ആൾക്കാർ കാറി തുപ്പും. നിനക്ക് ഞാൻ ഒരു കറുത്ത ഷർട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. നീ അത് ഇട്ടാ മതി. അതിനേ ഐശ്വര്യമുള്ളൂ. ഇടാ, അവളെടുത്ത് ഈ മീനെടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കാൻ പറ. കറി എങ്ങനെ വെക്കണമെന്ന് ഞാൻ ചെന്ന് പറഞ്ഞു കൊടുക്കാം. ശരിയമ്മ. ദേവി, ഇതൊരു ഹാപ്പി ന്യൂസ് ആണല്ലോ. പിന്നെ എനിക്ക് മോള് മതി. എനിക്കങ്ങനെയൊന്നുമില്ല. മോളായാലും മോനായാലും നമ്മുടെ കുഞ്ഞല്ലേ. അത് ശരിയാ. വാ, അമ്മയോട് പറയാം. വേണ്ട, ഇപ്പൊ അമ്മയോട് പറയണ്ട. അതെന്തിനാ നീ അമ്മ എങ്ങനെ മാറ്റി കാണുന്നത്? നമ്മുടെ വീട്ടിലൊരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാകാൻ പോകുന്നത് അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ്. അമ്മ, ദേവിക്ക് വിശേഷമുണ്ട്. എന്താടാ? ദേവിക്ക് വിശേഷമുണ്ടെന്ന്. എന്തുവാടാ ഇത്? കല്യാണം കഴിഞ്ഞ് 6 മാസം പോലും ആയില്ല. നിന്റെ ലോണും EMI എല്ലാം നീ മറന്നോ? എന്തായാലും ഇപ്പൊ ഒരു കുട്ടി വേണ്ട. അതുകൊണ്ടേ അധികം താമസിക്കണ്ട. നാളെ തന്നെ ഡോക്ടറെ കണ്ട് വേണ്ടത് ചെയ്യണം. നിങ്ങളൊരു അമ്മയാണോ? ഏതർത്ഥത്തിലാണ് നിങ്ങൾ അമ്മയാകുന്നത്? ഡാ, അവള് പറയുന്നത് കേട്ടോണ്ട് നിൽക്കുന്നോ? അച്ഛനില്ലാതെ നിന്നെ വളർത്തിയതിന് എനിക്ക് ഇത് തന്നെ കിട്ടണം. ദേവി, നീ ഇവിടെ ചുമ്മാ കിടന്ന് ഒച്ച വെക്കാതെ. അമ്മ പറയുന്നതിലും കാര്യമില്ലേ? ഇതെനിക്ക് സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണെങ്കിലും എന്നെ കൊണ്ടത് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മതിയായോ തള്ളേ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോഴേ ഈ മനുഷ്യന്റെ കണ്ണിലെ സന്തോഷം ഞാൻ കണ്ടതാ. നിങ്ങൾ അത് നശിപ്പിച്ചില്ലേ? പിന്നെ ഇവർ ഈ ചെലവിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ലേ? അതിനെ നിങ്ങൾ ഇത്രയും നാളെ ശമ്പളം അക്കൗണ്ട് ഇട്ടല്ലോ, അത് തന്നെ ധാരാളം. ഇയാള് പിന്നെ നിങ്ങൾ പറയുന്നതിന് അപ്പുറം ചാടില്ലല്ലോ. ഒരമ്മ മോനല്ലേ? ഏട്ടൻ അമ്മയുടെ വാക്കാണല്ലോ അവസാനം. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. പിന്നെ അമ്മയ്ക്ക് പേടിയാണ് നിങ്ങളുടെ ഈ സ്നേഹവും കരുതലും ഒക്കെ നഷ്ടപ്പെടുമെന്ന്. അല്ലാതെ ചെലവിനെ ഓർത്ത് ഭയന്നിട്ടൊന്നും അല്ല. നിങ്ങൾക്കേ ഇവരെ പോലെ തന്നെ ഞാനും ഈ കുഞ്ഞുവേ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തോന്നുമല്ലോ. അപ്പൊ എന്നെ ഇനി വിളിച്ചാൽ മതി. ഞാൻ പോവുകയാണ്.